ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 2-ാം വാരം, വെള്ളി. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 49 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ മറ്റൊരു മനുഷ്യൻ പിശാചുകളെ പുറത്താക്കുന്നുണ്ട് എന്ന്. അവനെ ഞങ്ങൾ തടയട്ടെ എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു അവനോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, വേണ്ട, അവനെ തടയേണ്ട ആവശ്യമില്ല എന്ന്. അന്ന് പിശാചുകളെ ഈ സുവിശേഷത്തിൽ പുറത്താക്കിയ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം കാൽവരി മലയിൽ നിന്നും ഇറങ്ങി വരുന്ന പത്രോസ് ലീഹ ആ താഴ്വാരത്ത് ഒരു പാറയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ഈ മനുഷ്യനെ കാണുകയാണ്. അന്ന് ആ പിശാചുകളെ പുറത്താക്കിയ ആ മനുഷ്യനെ പത്രോസ് നോക്കുമ്പോൾ നിരാശനായിട്ട് ഒരു പാറയിലിരിക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. അവനോട് ചോദിച്ചു, നീ എന്തിനാണ് നിരാശപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനായിട്ട്, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ വചനം പ്രഘോഷിച്ചു, പിശാചുകളെ പുറത്താക്കി നേതാവായി തീരുകയും ചെയ്തു. പക്ഷേ ക്രിസ്തുവിനെ പോലെ കുരിശു ചുമന്ന് കാൽവരിയിലേക്ക് കയറുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. സന്തോഷത്തോടുകൂടെ സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അവനോട് കൂടെ ആയിരിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് വിളിക്കുകയാണ്. കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലും ക്രിസ്തുവിന് അനുരൂപരായിട്ട് ജീവിക്കുക, അവനെപ്പോലെ ജീവിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ തൻ്റെ ശിഷ്യന്മാർക്ക് എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. വചനപ്രഘോഷണ സമയത്തും അത്ഭുത പ്രവർത്തികളുടെ സമയത്തും കൂടെയായിരുന്ന ശിഷ്യഗണം ആ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ കർത്താവെ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് ആകാംക്ഷയോടെ പറഞ്ഞുകൊണ്ട് അത്ഭുത പ്രവർത്തികളിൽ ഉത്സാഹിതനായി കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന പത്രോസ് ലീഹ ക്രിസ്തുവിനെ അന്ന് കൽത്തൂണിൽ കെട്ടിയിട്ടപ്പോൾ അവനോട് കൂടെ ഇല്ലായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കർത്താവെ, അങ്ങയുടെ വലത്തും ഇടത്തും ഞങ്ങളെ ഇരുത്തണമേ എന്ന് അപേക്ഷിക്കുന്ന സബദീപുത്രന്മാർ കർത്താവ് അന്ന് കുരിശിലിങ്ങനെ വിരിഞ്ഞു കിടന്നപ്പോൾ അവൻ്റെ ഇടതും വലതും കിടക്കുവാനായിട്ടില്ലായിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ അന്നാ തീന്മേശയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോടൊപ്പം മധുരം നിറഞ്ഞ ആ വീഞ്ഞ് പങ്കുവെച്ച് കുടിച്ച ആ ശിഷ്യന്മാർ അന്ന് ആ കുരിശിൽ കയ്പുനീര് കുടിക്കാൻ കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നില്ല. കൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും, എല്ലാ മേഖലയിലും, എല്ലാ രീതിയിലും കർത്താവിനോടുകൂടെ അനുരൂപരായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും അനുഗ്രഹങ്ങളിലും സന്തോഷങ്ങളിലും അതിനോടൊപ്പം തന്നെ സഹനങ്ങളിലും നിരാശകളിലും കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ സന്തോഷങ്ങളെയും അനുഗ്രഹങ്ങളെയും കർത്താവിനോട് ചേർത്ത് വയ്ക്കുന്നത് പോലെ തന്നെ സഹനങ്ങളെയും സന്തോഷത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒരു ജെറുസലേം പ്രവേശനം നടത്തിയെന്നും കാൽവരി യാത്ര നടത്തിയെന്നും ക്രിസ്തുവിനോടുകൂടെ ഉയർക്കപ്പെട്ടു എന്നും അവകാശപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആയതിനാൽ ക്രിസ്തു നാം അവനോടുകൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിനോടുകൂടെ എല്ലാവിധത്തിലും ചേർന്നിരിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.